ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്നലെ നമ്മുടെ കൊട്ടാരക്കരയുടെ വലിയ തിരക്കുള്ള ദിവസം. കാരണം കൺവെൻഷൻ നടക്കുന്ന സമയമാണ്. ടൗണിനകത്ത് എല്ലാ വാഹനങ്ങളും സൈഡ് ഒഴിച്ചിട്ട് നമ്മുടെ ജനങ്ങളും പോലീസും ഒക്കെ വലിയ പ്രവർത്തനം നടത്തി ഒരു വാഹനത്തെ, ഒരു ആംബുലൻസിനെ കടത്തിവിട്ടു. ആ ആംബുലൻസിനെ പൈലറ്റ് വാഹനങ്ങളായിട്ട് പോലീസ് വാഹനങ്ങളും ഒക്കെ പോയി. അത് 4 പേരുടെ ജീവൻ ആവശ്യമായ അവയവങ്ങളുമായിട്ടാണ് പോയത്. സ്പർശിയായിട്ടുള്ള ഒരു സംഭവം. ആരുടെയാണെന്നറിയാം? മല്ലപ്പള്ളിയിലുള്ള ആലിൻ ഷെറിൻ അബ്രഹാം എന്ന് പറയുന്ന കുഞ്ഞിന്റെ. അതും വെറും 9 മാസം 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന്റെ അവയവങ്ങൾ ഏതൊക്കെ അവയവങ്ങളാണെന്നറിയാം? 2 കിഡ്നികൾ, 2 കരള്, 2 നേത്രപാടകങ്ങള്, ഒരു ഹൃദയത്തിന്റെ വാൽവുമായിട്ട് പറക്കുക. മനസ്സിലായോ? ആരാ സ്വീകരിച്ചേ? തിരുവനന്തപുരം SITയിലുള്ള ഒരു ഇന്നലെ 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയും അതോടൊപ്പം തന്നെ 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി. അവര് 2 കിഡ്നി ആ കുഞ്ഞിന് അദ്ദേഹത്തിന് കൊടുത്തു. ആ കൊച്ചിന് 6 മാസം പ്രായമുള്ള കുഞ്ഞിന് കരളും. അത് മനസ്സിലായോ? അതോടൊപ്പം തന്നെ 2 മാത്രപടലങ്ങളും ഹൃദയത്തിന്റെ വാൽവ് സൂക്ഷിച്ചു വെച്ചേക്കുക. നമ്മൾ ആലോചിച്ചോണം, ഇദ്ദേഹമാണ് കേരളത്തിൽ, ഈ കുഞ്ഞാണ് കേരളത്തിൽ ഏറ്റവും പ്രായം അവയവദാനം. അതേപോലെ തന്നെ ആ ഹൃദയം കരള് സ്വീകരിച്ച കൊച്ചാണ് കേരളത്തിൽ പ്രായം കുറഞ്ഞ അവയവ സ്വീകർത്താവും. മനസ്സിലായോ? നമ്മുടെ രാജ്യത്ത് എത്രയോ പേര് കേസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. കിഡ്നിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത്. അപ്പൊ അവയവദാനം എന്ന് പറയുന്നത് നമ്മുടെ അലിൻമോള് കാണിച്ചത്, അലിൻമോളാണോ മാതാപിതാക്കള് സംഭവിച്ചെങ്കിൽ ആ മാതാപിതാക്കളുടെ ഏക കുഞ്ഞിനെ ഇതുപോലെ മറ്റുള്ളവരിലൂടെ ജീവിപ്പിക്കാനെടുത്ത തീരുമാനം മഹാദാനമാണ്. അത് മഹാദാനമാണ്. മനസ്സിലായോ? കാർ അപകടത്തിൽ വ്യാഴാഴ്ച ആ കുട്ടിയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. മസ്തിഷ്ക മരണം കുഞ്ഞുങ്ങളുടെ സ്ഥിരീകരിക്കുന്നതിന് 24 മണിക്കൂറിൽ 2 ടെസ്റ്റ് നടത്തി അത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ എന്തോ മരണത്തിന്റെ കാര്യം സ്ഥിരീകരിച്ചതിന് കേസ് ഓട്ടോയിലോട്ട് നമ്മള് എന്തോ ചെയ്തോളൂ. അതെ, കേസ് ഓട്ടോ എന്ന് പറഞ്ഞാൽ അറിയാമോ? എന്തോന്ന്? എന്തോ കേരള സ്റ്റേറ്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് കേസ് ഓട്ടോ എന്ന് പറയുന്നത്. രജിസ്റ്റർ ചെയ്ത ഉടനെ എന്തോ ഇത് ഇന്ന പോലെ ഇന്ന കുട്ടികൾക്ക് അതിന് എലിജിബിലിറ്റി ആക്കി അപ്പോഴേ വിടുകയും ചെയ്തു. മനസ്സിലായോ? ഇതിന്റെ മാതാപിതാക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ? മല്ലപ്പള്ളിയിൽ ഉള്ളവരാണ്. വാലുമണലി എന്ന് പറയുന്ന സ്ഥലത്ത് ആരൊക്കെ? അരുൺ ബാബും പിന്നെ ഷെറിൻ അബ്രഹാം എന്ന് പറയുന്ന അരുൺ അബ്രഹാം എന്നും ഷെറിൻ ആൻ ജോൺ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്. അദ്ദേഹം ഒരു അക്ഷയ സെന്റർ നടത്തുക പത്തനംതിട്ടയിൽ. അവരുടെ മനസ്സിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെയേറെ എന്ത് ചെയ്യണം? അറിവും അതോടൊപ്പം തന്നെ ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യണം. അതിനൊപ്പം എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവയവദാനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ എന്റെ സുഹൃത്തായിട്ടുള്ള, നിങ്ങൾ വന്നിട്ടില്ലായിരുന്നോ മരണത്തിന്? നമ്മുടെ ഐസക് അങ്ങനെ എന്ത് ചെയ്ത് തന്റെ ജീവിതത്തില് തന്റെ അവയവങ്ങൾ ആർക്ക് കൊടുത്തു? 4 പേർക്കായി വീതിച്ചു കൊടുത്തു. അവയവദാനം എന്ന് പറയുന്നത് മഹത്തായ ഒരു സംഭവമാണ്. അവയവദാനത്തെ പറ്റി നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കണം. ഇത് ആത്മാർത്ഥതയുള്ളവർ, അതോടൊപ്പം തന്നെ അർപ്പണബോധമുള്ളവർ. മനസ്സിലാവുന്നു? ഇങ്ങനെ ഒരു വലിയ സ്നേഹം, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവർ, ഇവർക്കൊക്കെ മാത്രമേ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റൂ, ഇങ്ങനെ ചെയ്യാൻ കഴിയും. മനസ്സിലാവണം? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും? ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ തീരുമാനം എടുത്താലും അത് അങ്ങനെ നടപ്പിലാക്കും. ഞങ്ങളുടെ സ്വന്തക്കാരോടൊക്കെ അത് ചോദിക്കും. അവരുടെ കാര്യങ്ങളൊക്കെ ഇതിന് അവരുടെ അഭിപ്രായങ്ങൾ നേടുകയും ചെയ്യും. മനസ്സിലാവുന്നു? ഇതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിയമപരമായ ഒരു സാധ്യതയുള്ള സാധനം. ഈ അവയവം നൽകുന്നത് നിയമപരമായിട്ടാണ്. മനസ്സിലാവുന്നു? എന്നാൽ എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് ചോദിച്ചാൽ, ഇത് അങ്ങനെ അല്ലാതെ നടക്കുന്നുണ്ടാവും. മനസ്സിലാവുന്നു? ഇതിന്റെ പേരിൽ നിങ്ങളിപ്പോ ഒരാള് നേഹാലെന്നുള്ള എന്റെ അവയവം ഞാനിങ്ങനെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന, എന്നെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ ചെയ്യുന്ന, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. അതുകൊണ്ട് ഇതിനകത്ത് പ്രത്യാഘാതങ്ങൾ വലുതായത് ഇത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരാളാണ്. ശ്രദ്ധിക്കപ്പെടേണ്ടതും ആവശ്യമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി നിയന്ത്രിക്കുന്ന ഒരു ഇത് തന്നെയുണ്ട്. അതാണ് നമ്മുടെ എന്തോന്ന് പറയുന്നത്, ടോട്ട് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് തന്നെ ഇതിന്. എന്താണെന്നറിയാമോ ടോട്ട് ആക്ട് എന്ന് പറഞ്ഞാൽ? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ്
ആക്ട് എന്ന് പറയുന്ന സാധനം അത് ഓക്കെ, താങ്ക് യു. മനസ്സിലാകുന്നു. അതിന് ടോട്ടും അതോടൊപ്പം തന്നെ കേസ് ഓട്ടോയും പഠിച്ചു വെച്ചോണം. ഓക്കെ. അവയവദാനവുമായി ബന്ധപ്പെട്ട് ഇത് എന്തിനാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിന്റെ പോയിന്റ്സ് എനിക്കറിയാവുന്ന മൊത്തം പറഞ്ഞു തന്ന് മനസ്സിലാക്കിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കിത് കുട്ടികളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്താൻ, നിങ്ങളൊരു നേതൃത്വമായിട്ട് വരുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ പറയാൻ വേണ്ടിയുള്ള കാര്യം. അവയവദാനത്തിന്റെ പ്രയോജനം എന്തുവാന്ന് നിങ്ങളൊന്ന് പറഞ്ഞു. സാമൂഹ്യ സേവനം ഉണ്ട്, അതാണ് ഏറ്റവും വലുത്. ഒരു ജീവൻ രക്ഷപ്പെടുന്നു. എല്ലാവരും കൂടെ ഒരു ക്ലാപ്പ് കൊടുത്തതിന് നമുക്ക് ഭയങ്കരമായി ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സംഭവം. മനസ്സിലാവുന്നോ? അതുപോലെ തന്നെ വേറെ എന്തോ പറയാൻ പറ്റും അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട്? ഈ അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ ആഗ്രഹം മാത്രമല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെയും കൂടെ ഒരു ഇത് നടക്കണം. ഇതിനകത്ത് പ്രത്യാഘാതങ്ങൾ ഞങ്ങൾ പറഞ്ഞു, ഇതുപോലുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. ഞാൻ പിന്നെ അതിനെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയാതെ, അങ്ങനെ ഒരു സംഭവം ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന വളരെ വിരളമാണ്. മനസ്സിലായി? തട്ടിപ്പ്, നിയമലംഘനമൊക്കെ ഇപ്പം കാരണം ജനങ്ങൾ കൊടുത്ത് അവെയറാണ്. പിന്നെ നമ്മുടെ കൂട്ടുള്ളവർ ഇങ്ങനെ ഫോണും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതേപോലെയുള്ളവരൊക്കെ ഇതിനകത്ത് പ്രതികരിക്കാൻ തുടങ്ങും. അതിനെതിരെ വീട്ടുകാർ ഫോണിന് വളരെയേറെ അഡ്വാൻസ്ഡ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പിന്നെ ഇതൊക്കെ ഒരു ജാഗ്രതയുടെയും ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ നമ്മുടെ ഡോക്ടേഴ്സിനെ വിശ്വസിക്കുന്നു, സമൂഹത്തെ വിശ്വസിക്കുന്നു, ഇങ്ങനെ ആവശ്യങ്ങളെ വിശ്വസിക്കുന്നു. മനസ്സിലായോ? നമുക്ക് ജാഗ്രത ഉണ്ടാവണം. നമുക്ക് മസ്തിഷ്ക മരണം എല്ലാവർക്കും സംഭവിക്കും. നമ്മുടെ സാഹചര്യം വരുമ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ ഒന്ന് ചിന്തിക്കണം അതെന്ത് ചെയ്യണം എന്നുള്ളത്. മനസ്സിലായോ? വ്യക്തിഗതമായ കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം മനസ്സിലാവുന്നു, അതാണ് ഇതിനകത്ത് നമ്മൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് അതുകൊണ്ട് ആണ് ഈ ഡ്രൈവിംഗ് ലൈസൻസിലും ആധാറിലൊക്കെ ഇത്തരത്തിലുള്ളത് മെൻഷൻ ചെയ്യുമ്പോഴേ അവര് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പോഴേ അവരെ നമ്മൾ ഈ ആക്സിഡന്റ് പറ്റി ഉടനെ തന്നെ എത്തിക്കണം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. മനസ്സിലായോ? അവർക്ക് മറ്റുള്ളവരിലൂടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഐഡിയ കിട്ടിയോ? അപ്പൊ ഈ നമ്മൾ ഇത്രയും ഇതിനകത്ത് ഈ അവയവദാനം, മഹാദാനം എന്ന് ഒറ്റനാൾ തൊട്ട് നമ്മൾ പഠിച്ച് രക്തദാനം, മഹാദാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അന്ന് നമ്മൾ രക്തം മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ ശാസ്ത്രം പുരോഗമിച്ചപ്പോ അവയവങ്ങൾ കൊടുക്കാൻ കഴിയുന്നു. ശാസ്ത്രത്തിന്റെ വികസനം അത് സയൻസ് ആണ്. മനുഷ്യനെ പകുത്തു കൊടുക്കാൻ പറ്റുന്നു. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിലൂടെ ജീവിക്കാൻ പറ്റുന്നു. ഇപ്പൊ ഐസക് തന്നെ 4 പേരിലൂടെ ജീവിക്കുന്നു. ആലിൻമോൾ പോലും 4 പേരിലൂടെ ജീവിക്കുന്നു. നമ്മുടെ അവയവമല്ലേ നമ്മൾ? ശരി, നമ്മുടെ കൈ എന്റെ അവയവം എടുത്ത് പുറത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് നെൽസന്റെ അവയവമല്ലേ? ഇപ്പൊ നെൽസൺ വേറൊരാളൂടെ ജീവിക്കും. ഇതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ചോദിച്ചോളൂ. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതല്ല, കൃത്യമായ ചോദ്യമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഈ ചോദ്യങ്ങൾ വരണം. കാരണം നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സാറിനോട് പറയണം, സാറേ വൺ ഡേ അല്ലെങ്കിൽ 1 പീരീഡ് വി നീഡ് ടു ഡിസ്കസ് ദിസ് സോഷ്യൽ ടോപ്പിക്സ്. അങ്ങനോട് പറയുമ്പോൾ ദേ വിൽ ഹെൽപ്പ് യു. അതർവൈസ് യു വിൽ എന്താ പറയുന്നത്, മേക്ക് എ ചാൻസ് ഫോർ ദാറ്റ്. ദെൻ ആഫ്റ്റർ നിങ്ങൾ സാറിനോട് പറയണം, സാറേ വി നീഡ് എ പീരീഡ് ഫോർ ഡിസ്കഷൻസ്. നമ്മുടെ എന്താണ് നിങ്ങളുടേതായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയാണ്. മനസ്സിലാവുന്നു? അപ്പം ദാറ്റ് ടൈം ദേ വിൽ ഹെൽപ്പ് യു. അതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താണ്, സമൂഹത്തിൽ വിദ്യാർത്ഥികളിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ, ബോധവൽക്കരണങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ, ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംസാരിക്കാൻ പറ്റൂ, അവയവദാനത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇതേ പറ്റൂ. ഓക്കെ, ഇനി പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. പോയിന്റ്സ് ഉണ്ടോ? ഒന്നുമില്ല. ന്യായക്കുണ്ടോ? ചോദ്യമുണ്ടോ? അല്ല, എനിക്ക് സിമ്പിൾ ഞാൻ ചോദിക്കുവാണ്. ഇപ്പൊ ഒരാളെ മരിച്ചു കഴിഞ്ഞാലും അയാൾ ഓൾറെഡി ഇപ്പൊ അവയവദാനം നൽകാനായിട്ട് സൈനോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അയാളുടെ ഫാമിലിക്കായിട്ട് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് പറ്റും. കാരണം അതങ്ങനെയാണ്. നമ്മുടെ നാട്ടില് എത്രയോ പേരുടെ ശരീരം കത്തിച്ചു കളയുന്നു, എത്രയോ പേരെ കുഴിച്ചിടുന്നു. മനസ്സിലാവുന്നോ? അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലൂടെ ജീവിക്കുന്നു. പക്ഷെ ഈ വിശ്വാസത്തിനൊക്കെ ഉപരിയായി നമ്മൾ ചെയ്യുന്ന മഹത്തായ ഒരു പുണ്യപ്രവൃത്തിയാണ് എന്ന് പറയുന്നതാണ് ഇത്തരത്തിലുള്ളത്. മനസ്സിലാവുന്നോ? അത് യഥാർത്ഥത്തിൽ വളരെ ചിന്തിച്ച് ക്ലിയർ ചെയ്തെടുക്കേണ്ടത്. പിന്നെ അല്ലാതെ ഈ പറയുന്ന അമ്പലവും പള്ളിയും ഒക്കെ പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനകത്തൊക്കെ നമ്മൾ അതൊക്കെ പണമുള്ളവൻ ഒരു ശൂലം കുത്തി അല്ലെന്നുണ്ടെങ്കിൽ പള്ളിയുടെ ചുറ്റും കിടന്ന് കറങ്ങുമോ? ഒരിക്കലും. അന്നേരം അത് ആലോചിച്ചോണം. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ ഈ വിശ്വാസമൊക്കെ? അത് ആലോചിച്ച് വേണം നിങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകാൻ. ഓക്കെ, വേറെ എന്തുണ്ട്? ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ? പിന്നെ പറഞ്ഞോളൂ. ചോദിച്ചു. ഇപ്പൊ ഈ സൈൻ ഇട്ട് കഴിഞ്ഞാൽ അയാൾ അവരെപ്പെട്ട എനിക്ക് ഐസക്കിന്റെ കാര്യം പറഞ്ഞപ്പോ അതെനിക്ക് പിന്നെ ഒരു ചോദ്യം ഇട്ടിക്കുമായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞപ്പോ ഐസക്കിന്റെ രീതിയിലാണെങ്കിൽ അയാൾ സൈൻ ചെയ്ത് കഴിഞ്ഞു, പിന്നെ പെട്ടെന്നൊരു ആക്സിഡന്റ് എന്ന രീതി നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അതായത് സൈൻ ഇട്ട് അവയവ ശസ്ത്രക്രിയക്ക് നമുക്കറിയാലോ, അന്നേരം
അയാൾ അവിടെ പെട്ടെന്നൊരു ആക്സിഡന്റ് വരാനെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വന്ന ആ യാത്ര ചെയ്യുന്ന സമയവും കാര്യമൊന്നും വേറെ ആൾ ആലോചിച്ചുകൊണ്ട് നിൽക്കില്ലല്ലോ. അതെല്ലാം അപ് ടു ഹിം ആയിരുന്നല്ലോ. ആ സിനിമയുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, അതൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ നിങ്ങൾ ഇതിനകത്ത് ഇതിന്റെ പ്രത്യാഘാതങ്ങളെ പറ്റി ഞാൻ പറഞ്ഞത്. കുറച്ച് ശ്രദ്ധിക്കണം, കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് പോലീസും കാര്യങ്ങളും ഇതുപോലുള്ള കേസ് ഓട്ടോയും അതോടൊപ്പം തന്നെ ടോട്ട് ആക്ട് ഒക്കെ വന്നേക്കുന്നത്. ടോട്ട് ആക്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. ഫാമിലി സംസാരിച്ചു. ആ അത് തന്നെ, അത് മതി. ഓക്കെ, താങ്ക് യു മോളെ.